കാര്യത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? എന്റെ മോള് നില ആ സ്കൂളിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നേ, അത് നിറവേറ്റി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. സഹായിക്കണേ ദൈവമേ. ഞാൻ എടുക്കട്ടെ. എന്താണ് അമ്പലത്തിൽ തമാശ കളിക്കുന്നേ? അവനത് കൊച്ചുകുട്ടിയാ, താഴെ ഇറക്ക്. ഇവൻ എനിക്ക് എപ്പോഴും കൊച്ചുകുട്ടിയല്ലേ. അതെ, എനിക്ക് അസൂയ തന്നെയാ. നടക്കേ. വാ വാ വാ. ദേവേനി, എന്തുപറ്റി? നിനക്കൊന്നും സുഖല്ലേ? ശരീരത്തിന് ഒരു കുഴപ്പമില്ല, മനസ്സാണ് ശരിയല്ലാത്തത്. അതാ എന്താണെന്ന് ചോദിച്ചത്. വിക്രമിന്റെ കല്യാണത്തെ കുറിച്ച് ആലോചിച്ച അമ്പലത്തിൽ ജോഡിയായി ഭാര്യ ഭർത്താക്കന്മാരെ കാണുമ്പോ എന്റെ മകനും ഇതുപോലൊരു ജീവിതം കിട്ടിയില്ലെന്ന് ഓർത്തുള്ള വിഷമ. ഏതൊരാണിനും സ്വത്ത്, സുഖം, അന്തസ്, അഭിമാനം ഇതൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞൊരുത്തി കൂടെയില്ലെങ്കിൽ പിന്നെ അവന്റെ ജീവിതം ശൂന്യമാ. വിക്രം ഒരുപക്ഷെ അവന്റെ മകന്റെ മുൻപിൽ ഹീറോ ആയിരിക്കാം, എന്നാൽ സ്വന്തം ജീവിതത്തിൽ സീറോയാ. വിക്രമനോട് അതിനെപ്പറ്റി സംസാരിച്ചാലേ അവൻ ദേഷ്യപ്പെടുക. അവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി രണ്ടാം കല്യാണത്തിന് സമ്മതിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആറ്റുനോറ്റ് വളർത്തിയ എന്റെ മോന്റെ ഭാവി ആ ശ്രീകോവിലിരിക്കുന്ന ദേവി വിചാരിച്ചാലേ അത് മാറ്റാൻ കഴിയും. ശരി, വാ. വിജി, നമുക്ക് ആ നവഗ്രഹത്തെ ഒന്ന് ചുറ്റിട്ട് വന്നാലോ? അമ്മേ, നിങ്ങൾ പോയിക്കോ, എന്റെ കാല് വേദന എടുക്കുന്നു. ഞാൻ എവിടെ ഇരുന്നോട്ടെ? ഏയ്, ഒറ്റയ്ക്കൊന്നും വിടില്ല. അമ്മ വേണമെങ്കിൽ എടുക്കാം, വാ. വേണ്ട അമ്മേ, നിങ്ങൾ പോയിട്ട് വാ. ഏയ്, ഒറ്റയ്ക്ക് വിടാൻ പേടിയേട്ടാ. എവിടെയെങ്കിലും കാണാതെ പോയാലോ? അതിന് ദേവ് ഉള്ളിലിരിക്കല്ലേ, ഓടി വന്നെന്നെ രക്ഷിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. ഒരു കുഞ്ഞ് വീരപുത്രി പ്രസവിച്ചിട്ട് എന്തിനാ വിജി വെറുതെ പേടിക്കുന്നേ? ശരി, ഇത് നോക്ക്, എവിടെയും പോവാതെ ഇവിടെ തന്നെ ഇരിക്കണം. ഓക്കെ? ഓക്കെ. ഗുഡ് ഗേൾ. ശരി, നമുക്ക് ഇവിടെ തന്നെ നിൽക്കണേ. അച്ഛാ, ഒരു പഴം തന്നെ, എനിക്കൊന്ന് ആലോചിക്കണം. ഞാൻ വിളിച്ചോരാ. അച്ഛാ, ആ ആന്റി കുതിരയുടെ ചെവിയിൽ എന്തോ സ്വകാര്യം പറയുന്നുണ്ടല്ലോ, എന്തായിരിക്കും അച്ഛാ? അവന്റെ ഓരോരോ ചോദ്യങ്ങൾ കേട്ടില്ലേ? എടാ, അത് കുതിരയല്ല, അതാണ് നന്ദി. അതെയോ? അതിന്റെ ചെവിയിൽ പറഞ്ഞ മനസ്സിലാവോ? കവിനെ, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മനസ്സില് എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ? അതേ, ആ നന്ദിയുടെ ചെവി പറഞ്ഞ നന്ദി അവിടെ നോടിപ്പോയി അകത്തുള്ള ദൈവത്തോട് പറഞ്ഞ് നമ്മൾ ആഗ്രഹിച്ചത് നിറവേറ്റിത്തരും. അതാണ് ഈ നന്ദിയുടെ പ്രത്യേകത. അങ്ങനെയാണോ? ഞാനിപ്പോ നീ ഇതെങ്ങോട്ടാ? നന്ദിയുടെ ചെവിയില് ഒരു കാര്യം പറഞ്ഞിട്ട് വരാം. എടാ, എന്താ പറയാൻ പോകുന്നേ? അത് ഞാനും നന്ദിയും കൂടിയുള്ള സീക്രറ്റാ. നന്ദി,
എന്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, എന്നെ എപ്പോ നോക്കിയാലും ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. അവരേതെങ്കിലും വെള്ളമില്ലാത്ത നാട്ടിലേക്ക് പറഞ്ഞയക്ക്. വേറെ നല്ല മിസ്സിന് എനിക്കിതാ പ്ലീസ്. വേഗം പോയി ദൈവത്തിനോട് പറ.